എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനെയും ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ജയപരാജയങ്ങളുണ്ടാവും. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, ഒരു പുതിയ ഭരണ സംവിധാനം വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്, ആഗ്രഹങ്ങളും. ആഗ്രഹിക്കാതെ നമുക്ക് എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാനും നമുക്ക് ആരുടെയും അവകാശം ആവശ്യമില്ല. സ്വപ്നവും കാണാം, ഇഷ്ടം പോലെ കാണാം, എന്ത് വേണമെങ്കിലും കാണാം. അപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒന്നാമതായി ഞാൻ കാണുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ, മായം കലരാത്ത പരിശുദ്ധമായ ആഹാര സാധനങ്ങൾ അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് എല്ലാവരും രോഗികളാണ്. രോഗമില്ലാത്ത മനുഷ്യനാരാവുള്ള എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്നെന്നുള്ള രീതിയിൽ രോഗികളാണ്. അപ്പോൾ ഈ രോഗം വരാൻ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. യാതൊരു തർക്കവും അതിനില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി മാത്രമാണ് നമുക്ക് രോഗങ്ങൾ പടരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ചില വലിയ തറവാട്ട് കുടുംബങ്ങളിലൊക്കെ 8, 10, 12 മക്കളും, അവർക്ക് ധാരാളം പറമ്പുണ്ടാവും. ആ പറമ്പിലെ പണിക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്തെയും സ്ത്രീകളുടെ ഒരു മാറ്റത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ അമ്മമാർ ഇവർക്കുള്ള ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പും. സഹായത്തിന് ആളുണ്ടാവും കേട്ടോ, പണിക്ക് ഒരു 1-2 പെണ്ണൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇവർക്കൊരു നേതൃത്വം കൊടുക്കുക, അതൊക്കെ അടുക്കും ചുറ്റോട് നടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെയാണ് അമ്മമാരുടെ ഒരു ഉത്തരവാദിത്തം. അപ്പോൾ പറഞ്ഞു വരേണ്ടത്, അന്നത്തെ കാലത്ത് അമ്മമാർക്കൊക്കെ നല്ല വണ്ണം ഉണ്ടാവും. കാരണം ഈ ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച്, ഇറച്ചിയായാലും മീനായാലും ഒക്കെ അവരോടൊക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ എന്നും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഇവരിങ്ങനെ നല്ല അങ്ങനെ ഉള്ള ബോഡി ഒക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് രോഗം എന്ന് പറയണതില്ല. നല്ല ആയുസ്സും നല്ല ആരോഗ്യവും ഒക്കെയുള്ള അമ്മമാരായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എത്ര സാധാരണക്കാരനായാലും ആഹാരം കഴിക്കാനുണ്ടാവും. ആഹാരം കഴിക്കാനുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്നത് മുഴുവൻ വിഷം കലർന്ന ഭക്ഷണ സാധനങ്ങളാണ്. ഏറ്റവും ഉദാഹരണമായി ഈ വെളിച്ചെണ്ണ. എൻ്റെ അനുഭവം, ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടില്ല, പക്ഷെ അനുഭവസ്ഥർ പലരും പറയുന്നു, ഇതുണ്ടാക്കുന്ന കമ്പനികളിൽ തൊഴിൽ ചെയ്ത ആൾക്കാർ പറയുന്നു മുഴുവനും മായമാണ്. അതുപോലെ തന്നെ പാക്കറ്റ് പാല്, അതൊന്നും അത്രയൊന്നും പാല് കമ്പനികൾക്ക് ആരും കൊടുക്കുന്നില്ലെന്ന് പറയണേ. ഉള്ളത് കൂടി നമുക്കറിയാം, മിൽമ കൊണ്ടുപോവാണ്. പിന്നെ ഈ പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ ആര് കൊടുക്കുന്നു ഇതിന് മാത്രം ഈ പാല് പാക്കറ്റിലാക്കി കൊണ്ടുതരാനായിട്ട്? അപ്പം അതിലൊക്കെ മായമാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ വിശ്വസിച്ച് ഒരു ആഹാരം കഴിക്കാനില്ല. പച്ചക്കറികൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മായം കലർന്നിട്ടാണ്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കൃഷികൾ ചെയ്യൂ, ഒരു വെണ്ട നടുവോ ഒരു വഴുതന നടുവോ അല്ലെങ്കിൽ ഒരു തക്കാളി നടുവെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിത്ത് കിട്ടിയാൽ അതൊന്ന് വേണമെങ്കിൽ മണ്ണിൽ വെക്കും, ചിലർ മണ്ണിൽ വെക്കില്ല. മുളച്ചാലായി, മുളച്ചില്ലേലായി. അപ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ കടയിൽ നിന്നെല്ലാം കിട്ടാനുണ്ട്. ഈ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ മായം. ഞാൻ പറയട്ടെ, ഫാറ്റി ലിവർ ഇല്ലാത്ത മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവും? ഈ ബേക്കറികളിലെ പലഹാരം, അതുമാതിരി തട്ടുകടകളിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാക്കുന്ന ആ വെളിച്ചെണ്ണ, അത് ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറയും. ഇതുപോലെ തന്നെയാണ്, അപകടകാരിയാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ പാക്കറ്റ് വെളിച്ചെണ്ണകളും. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് വരുന്ന ഷുഗർ, ഇതൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ ഭക്ഷണങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്നും പണിയെടുക്കാതിരിക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും കഠിനാധ്വാനികളൊന്നും അല്ല. ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചമ്മമാരും ഉണ്ട്. അവർക്കൊന്നും ഒരു അസുഖങ്ങളും ഇല്ല. നല്ല ആയുസ് ഉണ്ടായിരുന്ന അമ്മമാരുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിയന്ത്രിക്കേണ്ടത്, നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ആഹാര രീതി തന്നെയാണ്. നമ്മൾ കഴിക്കുന്നതിനെ അല്ല കുറ്റം പറയേണ്ടത്, അത് ഉണ്ടാക്കുന്ന കമ്പനികളെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അടച്ചു പൂട്ടിക്കണം. നല്ല രീതിയിലല്ല അവരുടെ പ്രവർത്തനമെങ്കിൽ, അവർ നല്ല ഫുഡല്ല സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി അടച്ചു പൂട്ടാൻ തന്നെ വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ
ഓരോ ഹോട്ടലുകളിലും ഹോട്ടൽ മാനേജർ നമ്മുടെ മലയാളിയാണെങ്കിൽ പോലും ഒരു ബിസിനസ്സിനെ ആസ്പദമാക്കിയിട്ടാണ് അതിനെ കണ്ടുകൊണ്ടാണ് ആൾ കച്ചവടം നടത്തണമെങ്കിൽ കൂറ ബംഗാളികൾ, അലക്കുകയും കുളിക്കുകയും ചെയ്യാത്ത ബംഗാളികളായിരിക്കും പയ്യന്മാർ, അവരുടെ അടുക്കളയിൽ ജോലി എടുക്കുന്ന തൊഴിലാളികൾ. അവർ വെള്ളം കണ്ടിട്ട് കുളിച്ചിട്ട് അവരുടെ ഡ്രസ്സ് ഈ വള്ളിയും പുള്ളിയും കളവും വരയും ഒക്കെ ആയിട്ടുള്ള പാൻറ്റുകളും ഒരുജാതി ടൈറ്റ് പാൻറ്റ് അതുപോലത്തെ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇവരെ കണ്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലെ തൊഴിലാളികളെ മുഴുവൻ നീക്കം ചെയ്യണം. ഈ ബംഗാളികൾ ഇങ്ങനെയുള്ള ഈ പ്രവാഹം അത് തന്നെ ഒന്ന് നിർത്തലാക്കണം. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ ഈ ഒരു പരിധി വരെയുള്ള മാതാപിതാക്കളൊക്കെ ഇന്ന് ഒറ്റപ്പെട്ടു പോവാണ്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് അവർ നാട് വിട്ടു പോകുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പൈസ വേണമല്ലോ ജീവിക്കാൻ. അവിടെയാണെങ്കിൽ നല്ല എല്ലാ ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചമാണ്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ പതിന്മടങ്ങ് സെറ്റാണ് അവിടെ. അതുകൊണ്ടാണ് ഇവിടുന്ന് കുട്ടികളെല്ലാം എൻ്റെ തരപ്പടിക്കാരൊക്കെ ചെറുപ്പത്തിലേ തന്നെ പോയതാ. അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഇത് എന്ത് പ്രായം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. അവരൊക്കെ ഒറ്റപ്പെട്ട് ഒരാൾ ഇല്ലാണ്ടായി അടുത്ത ആളാവും ആ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുക. ചിലപ്പോൾ കഞ്ഞിയും കറിയും വെക്കാൻ അടിച്ചു തൂക്കാൻ ഒരു പെണ്ണ് വരും, അത് വൈകുന്നേരം അതിൻ്റെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോം നേഴ്സ് ഉണ്ടാവും, അവർക്കും പൈസ അല്ലേ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഈ മാതാപിതാക്കളുടെ കൂടെ അവരുടെ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് പണ്ട് കാലത്തൊക്കെ ജീവിച്ചിരുന്നില്ലേ? അതുപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ പുനഃസൃഷ്ടിക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ടതാവണം. അതിന് ആര് മുൻകരുതലെടുക്കണം? നമ്മുടെ സർക്കാർ തന്നെ വേണം. ഇനിയൊരു സർക്കാർ വരാൻ പോകുന്നു. അപ്പോൾ അവർക്കെങ്കിലും മറ്റേ മാവേലി നാടു വാണിടും കാലം എന്ന് പറഞ്ഞതുപോലെയൊന്നും വേണ്ട, അതൊന്നും നടപ്പിലാകാനും പോകുന്നില്ല. എങ്കിൽ പോലും കുറച്ചൊന്ന് സമാധാനമായിട്ട് ആഹാരം കഴിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഇവിടെ നല്ല തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കണം. നല്ല വരുമാനം ഉണ്ടാവണം. നല്ല എല്ലാ രീതിയിലും സാഹചര്യങ്ങളും മെച്ചപ്പെട്ടതാവണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്കും അവശത അനുഭവിക്കുന്ന ആളുകൾക്കും ഒക്കെ മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവണം. അതായത് പീഡന കേസുകൾ ആരെങ്കിലും അങ്ങനെ തുനിയാൽ ആ നിമിഷം അവനെ ഇല്ലാതാക്കണം. അങ്ങനെ ഒരു നിയമം വരണം. അപ്പോൾ മാത്രമേ ഇത് മറ്റൊരാൾക്കും അത് ആവർത്തിക്കണമെന്ന് തോന്നാതിരിക്കുകയുള്ളൂ. അങ്ങനെ അത് ഏറ്റവും വളരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പറയുന്നു, ഈ ട്രെയിനിലൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു പെൺകുട്ടി പുകവലിക്കുന്നതിനെതിരെ സംസാരിച്ചപ്പോൾ തള്ളി താഴെ ഇട്ടു. അപ്പോൾ യാത്രകളും ഒക്കെ സേഫല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ഉള്ള കരുതലോട് കൂടിയിട്ട് സർക്കാർ പെൺകുട്ടികളുടെ ലേഡീസിൻ്റെ യാത്രകൾ ഒക്കെ നല്ല സുരക്ഷിതമാക്കി കൊടുക്കുക. അങ്ങനെ നല്ലൊരു കേരളം കെട്ടിപ്പടുത്ത്, പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ അമിത ഉപയോഗം, നമുക്ക് റോഡും സംഭവങ്ങളും ഒക്കെ ആവശ്യമാണ്. ഇപ്പം തന്നെ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം റോഡുകൾ, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം മോളിക്കടയും താഴെക്കടയും തുരങ്കത്തിൽ കൂടി അങ്ങനെയൊക്കെ പണിത് നമ്മുടെ നാടല്ലാതാക്കി മാറ്റാതെ ആ പഴയ ഒരു കേരളത്തിലേക്ക്, ആ ഒരു സമാധാനത്തിലേക്ക്, ആ ഒരു ശാന്തിയിലേക്ക് തിരിച്ചു കിട്ടാൻ ഈ അടുത്ത ഭരണത്തെയെങ്കിലും സാധിക്കട്ടെ. അങ്ങനെ സ്വപ്നം കാണാമല്ലോ. അങ്ങനെ ഒരു സ്വപ്നത്തിലാണ് ഞാൻ. മറ്റൊരു വീഡിയോയുമായിട്ട്